ഹായ് ഗായ്സ്. ജനനായകൻ ദളപതി വിജയ് സാറിൻ്റെ ജനനായകൻ റിലീസായിരിക്കുകയാണ്. പടം എനിക്ക് രാവിലെ 6 മണിക്കായിരുന്നു ഫാൻ ഷോ. എനിക്കത് ഫാൻ ഷോയ്ക്ക് പോകാൻ പറ്റിയില്ല. എൻ്റെ ജോലി സംബന്ധപ്പെട്ടുള്ളൊരു കാര്യത്തിന് എനിക്ക് ഇങ്ങോട്ട് എറണാകുളത്തേക്ക് തിരിച്ചു വരേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ എറണാകുളത്ത് ഒരു തിയേറ്ററിലാണ് പടം കണ്ടത്. എനിക്ക് പടം വർക്കായില്ല. ഒരു മെർസൽ, തെരി, ലിയോ ഇതുപോലുള്ളൊരു മൂവി, ഒരു പുതുമയുള്ളൊരു മൂവി പ്രതീക്ഷയാണ് പോയത്. അതൊന്നുമില്ല പടത്തിൽ. രാഷ്ട്രീയം ആയിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങളൊക്കെ പടത്തിൽ കുത്തിക്കയറ്റിയിട്ടുണ്ട്. പിന്നെ അണ്ണൻ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, സെറ്റപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പടത്തിൽ. ഡാൻസ് ആയാലും പുള്ളിയുടെ ആ ഒരു സ്വാഗായാലും എല്ലാം കിടുക്കായിട്ടുണ്ട്. പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക് പീക്ക് സംഭവമാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അനിരുദ്ധ്. പിന്നെ പടത്തിൽ ഒന്നുമില്ല ഗൈസ്. സിനിമയിൽ നമുക്കൊരു കഥ വേണ്ട, ആ ഒരു കഥയൊന്നും ഇല്ല പടത്തിൽ. കണ്ടിരിക്കാന്നുള്ളൊരു ഇതൊന്നും ഇല്ല. പിന്നെ എൻജോയ് ചെയ്യാൻ ഫൈറ്റ് സീൻ ഒത്തിരി ഉണ്ട്. കുറച്ച് ഫൈറ്റ് സീൻ ഉണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് മാസ് സാധനങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ പടത്തിൽ നല്ലൊരു സ്റ്റോറി ആയിട്ട് ഉള്ളൊരു അതൊന്നും ഇല്ല പടത്തിൽ. ലാസ്റ്റ് മൂവി എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അറ്റ്ലിയുടെ കയ്യിലൊക്കെ കിട്ടിയിരുന്നെങ്കിൽ, ഇപ്പോൾ ലോകേഷ് ഇച്ചിരി പുറകോട്ടാണ്. അറ്റ്ലിയുടെ കയ്യിലൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഒരു ഫാൻ ബോയ് എന്നുള്ള നിലയ്ക്ക് പുള്ളി ഒരു നല്ലൊരു സിനിമ പുള്ളിക്ക്, നമുക്ക് ഫാൻസുകാർക്ക് മറക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു സിനിമ പുള്ളിക്ക് ചെയ്തു കൊടുത്തേനെ. ഇത് തലകൊണ്ട വെച്ചു കൊടുത്ത് എച്ച് വിനോദിൻ്റെ അടുത്താണ്. പിന്നെ പടം ഒരു ആവറേജ് മൂവി, അത് കൂടുതലൊന്നും ഇല്ല. ഒരു ആവറേജ് മൂവി ആയിട്ടൊക്കെ പടം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിലെ നായിക പൂജ ഹെഗ്ഡെ ആണെങ്കിലും വന്നു പോകുന്ന ഒരു റോളായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ മമിത നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പുള്ളിക്കാരത്തി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കഥാപാത്രങ്ങളൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. അവരവരുടെ രീതിയിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പടത്തിൽ. പിന്നെ വില്ലനായിട്ടുള്ള അഭിനയിച്ച ബോബി ഡിയോൾ സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട്, പുള്ളിയും കുഴപ്പമില്ല. പിന്നെ പടം എന്തോ ഒന്നും അങ്ങോട്ട് സെറ്റാകുന്നില്ല, ഒന്നും ക്ലിയർ ആകുന്നില്ല. പടത്തിൽ എന്താണ് ഉദ്ദേശിച്ചതെന്നൊരു പിടുത്തമില്ല, കഥയില്ല, ഒന്നും ഒരു ഇതില്ല പടത്തിൽ. ഭയങ്കര നിരാശയായിപ്പോയി സത്യം പറഞ്ഞ. പിന്നെ ഫാൻസുകാർക്ക് ഇഷ്ടപ്പെടും. ഫാൻസ് ഈ കുറെ അന്തം ഫാൻസുകാരുണ്ട്, അവർക്ക് പടം അവർക്ക് ഇഷ്ടപ്പെടും. ഞാൻ വിജയ് ഫാനാണ്, തുടക്കത്തിലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് പടം വർക്കായില്ല. നിങ്ങളുള്ള കാര്യം ഉള്ള പോലെ തന്നെ ഞാൻ പറയും, എനിക്ക് പടം വർക്കായില്ല. അത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. ഇതിലാരും എന്നെ ട്രോളാനോ അല്ലെങ്കിൽ എന്നെ പിടിച്ച് കയറിക്കയറ്റാനൊന്നും വരണ്ട. എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പാട്ട്, മ്യൂസിക് എല്ലാം അടിപൊളിയാണ്. പുള്ളിയുടെ ഡാൻസ് ആണെങ്കിലും എല്ലാം പക്കയാണ്. മറ്റേ ആ കച്ചേരി പാട്ടിൻ്റെ അകത്തൊക്കെ ലാസ്റ്റ് കുറച്ച് സീനുണ്ട്, എല്ലാം കിടുക്കനാണ്, ഒരു രക്ഷയില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് ഒരു സീനുണ്ട്, അത് ഇച്ചിരി സെൻറ്റി ആയിട്ടുള്ളൊരു സീനാണ്, നമുക്ക് ബാഡ് അടിക്കും, ഇച്ചിരി പോസ്റ്റാണ് ആ സീൻ. അതാണ് എൻ്റെ ഒരു സീനാണ്. അത് നമുക്ക് ലാസ്റ്റ് മൂവി കുറച്ച് സിനിമയുടെ ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് ഇതാണ്. പിന്നെ ഇതൊക്കെ ഉള്ളു എനിക്ക് പറയാൻ, ഇതൊക്കെ ഉള്ളു. പിന്നെ എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ പോയി കാണാതിരിക്കുക. ഇത്രക്കൊക്കെ ഉള്ളെന്ന് പറഞ്ഞ് ജസ്റ്റ് പോയി കണ്ടാൽ മതി, അല്ല വൻ പ്രതീക്ഷയോടെ ഒന്നും പോയി കാണണ്ട, ഒന്നുമില്ല പടത്തിൽ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.